മെട്രോ നഗരങ്ങളിലെ ജനങ്ങളിലേക്ക് എത്താൻ പുതുവഴികളുമായി സിപിഎം. മധ്യകേരളത്തിൽ നിന്നുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മെട്രോ നഗരങ്ങളിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ സിപിഎം പച്ചക്കറി കൃഷിയുടെ വഴിയും തുറക്കുന്നു. പ്രത്യേക സഹകരണ സംഘം രൂപീകരിച്ച് ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി നടപ്പാക്കുകയാണ് ലക്ഷ്യം. മെട്രോ നഗരമായ കൊച്ചിയിലായിരുന്നു പദ്ധതിയുടെ തുടക്കം. കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും യോഗം വിളിച്ചുകൂട്ടിയായിരുന്നു തുടക്കം. നഗരവാസികൾക്ക് ആവശ്യമുള്ള പച്ചക്കറി ഫ്ളാറ്റുകളിലെ മട്ടുപ്പാവിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഇതിനായി സഹകരണ സംഘവും രൂപീകരിച്ചു. പേരുമിട്ടു ജൈവജീവിതം പദ്ധതി. വിത്തുകളും നട്ടുവളർത്താൻ വേണ്ട ബാഗുകളും സഹകരണ സംഘം വഴി ഫ്ളാറ്റുകളിലെത്തും. പരിപാലിക്കേണ്ട ജോലി മാത്രം ഉടമകൾ ചെയ്താൽ മതി. ഇടപ്പള്ളിയിൽ ദേശീയപാതയോട് ചേർന്ന ഫ്ളാറ്റിലായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം. മുഖ്യാതിഥിയായത് സിപിഎം PB അംഗം പിണറായി വിജയനും. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. നഗരത്തിലെ മറ്റു ഫ്ളാറ്റുകളിലെ മട്ടുപ്പാവിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ സിപിഎമ്മിന്റെ പദ്ധതിക്ക് തുടക്കം. ജൈവജീവിതം എന്ന പദ്ധതി കൊച്ചി ഇടപ്പള്ളിയിൽ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. നഗരങ്ങളിൽ നഷ്ടമായ സ്വാധീനം തിരിച്ചുപിടിക്കാൻ ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവിലേക്ക് കയറുകയാണ് സിപിഎം. ഫ്ളാറ്റുകളുടെ മട്ടുപ്പാവിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയുമായി നഗരവാസികളുടെ ഹൃദയത്തിലേക്ക് വേരൂന്നാനുള്ള ശ്രമം. ജൈവജീവിതം എന്ന മട്ടുപ്പാവ് കൃഷി പദ്ധതി ഇടപ്പള്ളിയിലെ അസറ്റ് ഹോംസിന്റെ ഫ്ളാറ്റിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഫ്ളാറ്റിന്റെ 16ാം നിലയിലെ ബാൽക്കണിയിൽ ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്തെടുത്ത തക്കാളിയും പച്ചമുളകുമൊക്കെ നടന്നു കണ്ടു. നഗരത്തിലെ കൃഷിക്കാരോട് വിശേഷങ്ങൾ ചോദിച്ചു. കീടനാശിനി കലർന്ന പച്ചക്കറികൾ നഗരത്തിൽ വ്യാപകമാകുന്നതിനെതിരെ പി രാജീവ് MPയുടെ നേതൃത്വത്തിൽ നഗരത്തിലെ റെസിഡന്റ് അസോസിയേഷനുകളുടെയും ഫ്ളാറ്റുകളുടെ ഭാരവാഹികളുടെയും യോഗം ചേർന്നാണ് ജൈവജീവിതം പദ്ധതിക്ക് രൂപം നൽകിയത്. സഹകരണ സംഘമായി നഗരത്തിലെ മറ്റു ഫ്ളാറ്റുകളിലേക്കും പദ്ധതിക്ക് വേരുണ്ടാക്കാനാണ് സിപിഎം തീരുമാനം. മനോരമ ന്യൂസ്, കൊച്ചി. ഒരിക്കൽ വെട്ടി നിർത്തിയെങ്കിൽ ഇനി നട്ടുനനയ്ക്കാൻ നാടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സിപിഎം. മുറ്റത്തും മട്ടുപ്പാവലും വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനായി ജൈവജീവിതം പദ്ധതി എന്ന പേരിലാണ് എറണാകുളത്ത് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. ഫ്ളാറ്റുകളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും സഹകരിപ്പിച്ചാണ് പാർട്ടി പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത തേടുന്നത്. പച്ചക്കറികളിലെ മാരക വിഷങ്ങളും അതുവഴിയുള്ള രോഗങ്ങളും നാടിനെ കൊല്ലുമ്പോൾ നാട്ടുകാരിൽ അവബോധമുണർത്താനും ഒരു കൂടെ പച്ചക്കറിയെങ്കിലും സ്വയം ഉൽപ്പാദിപ്പിക്കാനുമായാണ് ജൈവജീവിതം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇത്തിരി മുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെയോ ഫ്ളാറ്റിന്റെയോ മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകളിലോ പച്ചക്കറികൾ നടാനാണ് ജൈവജീവിതം പദ്ധതി പ്രേരിപ്പിക്കുന്നത്. എറണാകുളം ജില്ലയിൽ നടപ്പാക്കുന്ന പദ്ധതി സിപിഎം PB അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിന്റെ മട്ടുപ്പാവിലായിരുന്നു ചടങ്ങ്. ഞങ്ങള് ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഒരു ചെറിയ തുടക്കം ഇതിനെ കുറിച്ചപ്പോൾ അതിശയകരമായ പ്രതികരണമാണ് സംസ്ഥാനത്താകെ ഉണ്ടായിട്ടുള്ളത്. ഓരോ പ്രദേശത്ത് ചെന്നാലും ഗ്രാമങ്ങളിലൊക്കെ നല്ല രീതിയിൽ ജൈവ കൃഷി വർദ്ധിച്ചു വന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ജില്ലാ സെക്രട്ടറി പി രാജീവ് MPയുടെ നേതൃത്വത്തിലാണ് സഹകരണ സംഘം രൂപീകരിച്ച് ജൈവജീവിതം എന്ന ആശയത്തിന് വിത്തിട്ടത്. നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷനുകൾ മിക്കതും പദ്ധതിയോട് സഹകരിക്കുന്നുണ്ട്. നിലവിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചില റെസിഡൻസ് അസോസിയേഷനുകളും വ്യക്തികളും മട്ടുപ്പാവ് കൃഷി നടത്തുന്നുണ്ടെങ്കിലും സഹകരണ സംഘത്തിന്റെ പിന്തുണ കൂടിയാകുന്നതോടെ മട്ടുപ്പാവ് കൃഷിയിൽ നഗരത്തിന് ഏറെ വേര് പിടിക്കാനാകും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.